യൂറോ കപ്പിൽ ആവേശം അതിർത്തി വരെയും കടന്ന് അണപൊട്ടിയൊഴുകിയ മത്സരത്തിൽ ജർമ്മനിയെ അവസാനം വീഴ്ത്തി സ്പെയിൻ സെമിയിലേക്ക് മുന്നേറിയപ്പോൾ ഇതിഹാസ സമാനമായ മറ്റൊരു കരിയർ കൂടി അവസാനിക്കുകയായിരുന്നു. ജർമ്മനിയുടെ കുന്തമുനയായ ടോണി ക്രൂസ് കണ്ണീരോടെ മടങ്ങുമ്പോൾ ക്ലബ് തലത്തിൽ റയൽ മാഡ്രിഡ് ഒന്നിച്ചു കളിച്ചിരുന്ന സ്പാനിഷ് കളിക്കാരും അയാളെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിക്കുകയായിരുന്നു. നന്ദി ടോണി, നന്ദി. നിങ്ങൾ കാൽപന്തു കളി മൈതാനങ്ങളിൽ കാഴ്ചവെച്ചു ത്രസിപ്പിക്കുന്ന നിമിഷങ്ങൾക്ക്, ഓർമ്മകൾക്ക്. ആവേശം എവറസ്റ്റ് കൊടുമുടി കണ്ട മത്സരമായിരുന്നു അത്. ഇഞ്ചോടിഞ്ചു പോരാട്ടം കണ്ട മത്സരം. കൊണ്ടും കൊടുത്തും ഇരു ടീമും ബലാബലം നിന്നപ്പോൾ ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമും 1-1 സമനില പങ്കിട്ടു. ഒടുവിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ സ്പെയിൻ 2-1 ജയം നേടിയെടുക്കുകയായിരുന്നു. ഇരു ടീമും മികച്ച പോരാട്ടം പുറത്തെടുത്തെങ്കിലും ഭാഗ്യം സ്പെയിനെ തുണയ്ക്കുകയായിരുന്നു. ഇതോടെയാണ് ആതിഥേയരായ 3 തവണ യൂറോ ചാമ്പ്യന്മാരായിരുന്ന ജർമ്മനിയുടെ കണ്ണീർ ക്വാർട്ടറിൽ വീണത്. സ്പെയിനും ജർമ്മനിയും 4-2, 3-1 ഫോർമേഷനിലാണ് ബൂട്ടണിഞ്ഞത്. തുടക്കത്തിലെ തന്നെ മിന്നൽ പാസുകളോടെ ജർമ്മൻ ഗോൾ മുഖത്തേക്ക് സ്പെയിൻ പന്തെത്തിക്കുകയുണ്ടായിരുന്നു. എന്നാൽ അവിടെ മഹാമേരുവായ ജർമ്മൻ ഗോളി മാനുവൽ ന്യൂയർ നിൽപ്പുണ്ടായിരുന്നു. തുടക്കത്തിലെ മുന്നേറിക്കളിച്ച സ്പെയിൻ്റെ മുന്നേറ്റങ്ങളെ പരുക്കൻ കളിയിലൂടെയാണ് ജർമ്മൻ ആ ഘട്ടത്തിൽ നേരിട്ടത്. ഇതിനിടെ 12-ാം മിനിറ്റിൽ മികച്ച മുന്നേറ്റത്തിനൊടുവിൽ നിക്കോ വില്യംസിന്റെ ഷോട്ട് ജർമ്മൻ പോസ്റ്റിന്റെ ഇടതുവശത്തുകൂടി പുറത്തേക്ക് പോയപ്പോൾ ജർമ്മൻ ക്യാമ്പ് ആശ്വാസം കൊണ്ടു. ബോക്സിന് തൊട്ടുപുറത്ത് സ്പെയിൻ താരത്തെ ഫൗൾ ചെയ്തതിന് അന്റോണിയോ റോഡ്രിഗസിന് മഞ്ഞക്കാർഡ് ലഭിച്ചതും ഈ സമയത്ത് തന്നെയാണ്. ഫ്രീ കിക്ക് ലഭിച്ച സ്പെയിനിനായി ലാമിനി യമാൽ കിക്കെടുത്തു. പോസ്റ്റിന്റെ വലതുവശത്തുകൂടി പന്ത് കടന്നുപോയി. 16-ാം മിനിറ്റിൽ അൽവാരോ മൊറാറ്റയുടെ ഗോൾ ശ്രമം ജർമ്മൻ പ്രതിരോധത്തിൽ തട്ടി തകർന്നു. സ്പെയിൻ തുടർച്ചയായ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു ഒരവസരത്തിൽ. അപ്പോഴൊക്കെയും ന്യൂയറിന്റെ മികവാണ് ജർമ്മനിയുടെ രക്ഷയ്ക്കെത്തിയത്. അയാൾക്ക് കൈകാലുകൾ മാത്രമല്ല ആയുധം. 6 അടി 4 ഇഞ്ചിൽ വിരിഞ്ഞു നിൽക്കുന്ന ശരീരത്തിന്റെ ഓരോ ഇഞ്ചും ശത്രുബാണങ്ങൾക്ക് മുന്നിൽ ഇരുമ്പ് കവചമാണെന്ന് തോന്നിപ്പിച്ച സമയങ്ങളായിരുന്നു അത്. ആദ്യ പകുതിക്ക് വിസിൽ മുഴങ്ങിയപ്പോൾ ഇരു ടീമും ഗോൾ രഹിത സമനിലയിലായിരുന്നു. ഒടുവിൽ 51-ാം മിനിറ്റിലാണ് ജർമ്മനിയെ ഞെട്ടിച്ച് സ്പെയിൻ ലീഡെടുത്തത്. ലാമിനി യമാൽ ബോക്സിനുള്ളിലേക്ക് നൽകിയ ക്രോസിനെ മിന്നൽ ഷോട്ടിലൂടെ ഡാനി ഓൾമോ വലയിലെത്തിക്കുകയായിരുന്നു. ജർമ്മൻ പ്രതിരോധ നിരയുടെ ഒരു നിമിഷത്തെ വീഴ്ചയിൽ അതുവരെയും മികച്ചു നിന്ന മാനുവൽ ന്യൂയർ ഒരു അവസരവും നൽകാതെയാണ് പന്ത് വലയിലെത്തിയത്. ലീഡെടുത്തതോടെ പ്രതിരോധം കടുപ്പിച്ച് സ്പെയിൻ ജർമ്മനിയെ ഗോൾ അടുപ്പിക്കാതിരിക്കുവാനുള്ള ശ്രമങ്ങളായി പിന്നീട്. സ്പാനിഷ് ഗോളി അവസരത്തിനൊത്തുയരുകയും ചെയ്തു. ഗോൾ മടക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ജർമ്മൻ നിര. ഒടുവിൽ ജർമ്മനി ലക്ഷ്യം കണ്ടു. 89-ാം മിനിറ്റിൽ ഫ്ലോറിയൻ വിറ്റ്സിലൂടെ ജർമ്മനി തിരിച്ചടിക്കുകയായിരുന്നു. ബോക്സിലേക്ക് എത്തിയ ക്രോസിനെ ജോഷോ കിമിച്ച് ഹെഡ് ചെയ്ത് മറിച്ച് നൽകിയപ്പോൾ ഫ്ലോറിയൻ വിറ്റ്സ് പന്ത് വലയിലാക്കുകയായിരുന്നു. നിശ്ചിത സമയത്ത് ഇരു ടീമും 1-1 സമനില പങ്കിട്ടതോടെ മത്സരം അധിക സമയത്തേക്ക് നീണ്ടു. ആവേശ പോരാട്ടത്തിനൊടുവിൽ കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 119-ാം മിനിറ്റിൽ സ്പെയിൻ ലീഡെടുക്കുകയായിരുന്നു. ഡാനി ഓൾമോയുടെ ക്രോസിന് അധിക സമയത്ത് പകരക്കാരനായി എത്തിയ മൈക്കിൾ മെറീനോയാണ് സ്പെയിനായി ലക്ഷ്യം കണ്ടത്. അവസാന സമയത്ത് ജർമ്മനി കൈമെയ് മറന്ന് തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഇതോടെ 2-1 ആവേശ ജയത്തോടെ സ്പെയിൻ സെമിയിലേക്ക് പ്രവേശിച്ചു. മത്സരത്തിൽ ജർമ്മനി പരാജയപ്പെട്ട് യൂറോ കപ്പിൽ നിന്ന് പുറത്തായതോടെയാണ് ടോണി ക്രൂസിന്റെ കരിയറിനും തിരശ്ശീല വീണത്. നേരത്തെ യൂറോ കപ്പിന് ശേഷം പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് ക്രൂസ് പ്രഖ്യാപിച്ചിരുന്നു. ക്ലബ് ഫുട്ബോളിൽ നിന്ന് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലൂടെ റയൽ താരമായ അദ്ദേഹം വിരമിച്ചിരുന്നു. അന്ന് ഫൈനലിൽ ഡോട്ട്മുണ്ടിനെ തോൽപ്പിച്ച് റയൽ കിരീടവും നേടി. 6 തവണ ചാമ്പ്യൻസ് ലീഗും 4 തവണ ലാലിഗയും ബയേൺ മ്യൂണിക്കിനൊപ്പം 3 തവണ ബുണ്ടസ് ലീഗയും നേടിയിട്ടുണ്ട് ടോണി ക്രൂസ്. 2014 ലോകകപ്പ് നേടിയ ജർമ്മൻ ടീമിലെ അംഗമായിരുന്നു. 2014 ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ അന്ന് സെമി ഫൈനലിൽ ബ്രസീലിനെതിരെ നേടിയ ചരിത്ര വിജയത്തിൽ 7-ൽ 2 ഗോളുകൾ ക്രൂസിന്റെ വകയായിരുന്നു. എങ്ങനെ മറക്കും ആ ഗോളുകളും മത്സരവും. 2021 ജർമ്മൻ ദേശീയ ടീമിൽ നിന്ന് വിരമിച്ച താരം പിന്നീട് ജർമ്മനിയുടെ പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാന്റെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ടീമിലെത്തുകയായിരുന്നു. ജർമ്മനിക്ക് വേണ്ടി 108 മത്സരങ്ങൾ കളിച്ച താരം 17 ഗോളുകൾ നേടിയിട്ടുണ്ട്. എൻഡ് ഓഫ് എറ. ടോണി ക്രൂസ്, ദ ലെജൻഡ്.